ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെത്തൺ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. അപ്പോൾ ഇന്ന് ഞാൻ സെത്തൺ മെനുവിൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ജ്യൂസർ എടുക്കുക. അതിനകത്തേക്ക് നന്നായിട്ട് തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീമി ആയിട്ട് നിങ്ങൾക്ക് ഈ മിൽക്ക് ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാവുമല്ലോ, അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മുതൽ 2 കപ്പ് വരെ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്കാണോ തയ്യാറാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം എടുക്കുക. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഞാൻ വേറെ ചോക്ലേറ്റ് പൗഡറൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വെനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. കാരണം അധികം ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിനകത്തേക്ക് ഞാനിനി ചേർക്കുന്നത് ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡറാണ്. അത് ഏകദേശം ഒരു 2 സ്പൂൺ ചേർക്കാം. അപ്പോൾ 2 വലിയ സ്പൂൺ ഞാൻ ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഏകദേശം ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ചോക്ലേറ്റ് ഫ്ലേവർ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് അതിനകത്ത് ചെറുതായിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ എടുക്കുക. അപ്പോൾ ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഐസ്ക്രീമിനകത്ത് മധുരം ഉണ്ടാവും, അപ്പോൾ അത് സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്താൽ മതിയാവും. അതേപോലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ്, 1/4 മുതൽ 1/2 ഗ്ലാസ് വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നോക്കിക്കേ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് മുകളിൽ പത വരുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സെർവിങ് ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിനകത്തേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മുന്നേ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് കുറച്ച് നേരം വെക്കാം. അതായത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് മുമ്പേ ഇതുപോലെ ലൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ സെർവിങ് ഗ്ലാസ്സിനകത്തേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മിൽക്ക് ഷേക്ക് നമ്മുടെ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഴുവനായിട്ടും ഒഴിക്കരുത്, ഏകദേശം ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതിയാവും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിൽക്ക് ഷേക്ക് ചെയ്ത സമയത്ത് അതിന് മുകളിൽ പത ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇതിന് മുകളിലേക്കായിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ആ പാത എടുത്തിട്ടൊന്ന് ഇതിന് മുകളിലേക്കായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് ഇടുവാണെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഫില്ല് ചെയ്യുക ഗ്ലാസ്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നിറഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കുവാണ്. ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് ഫാൻറ്റസി, ഏതാണോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഇതിന് മുകളിലേക്കായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടി ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഡെക്കറേഷൻ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണം ട്രൈ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്